നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയം ബാക്കി നിൽക്കും. കാരണം ആ ജോലിക്കാരിയെ വിളിച്ചത് അവന്തികയാണല്ലോ. ജോലിക്കാരിയെ മാത്രമല്ല, ഈ കുടുംബത്തിനകത്ത് ഇതുവരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്നവരെയൊക്കെ എല്ലാവർക്കും മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാ. ആ, അതിന് ഞാനെന്ത് തെറ്റ് ചെയ്തു? ആ ജോലിക്കാരിയെ വിളിച്ചത് നീയല്ലേ? ആരാ നിനക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്? ആ, അവരാരാ എന്താന്നൊക്കെ നിനക്കറിയില്ലെങ്കിലും പരിചയപ്പെടുത്തി തന്നവർക്ക് അതറിയായിരിക്കുമല്ലോ. ജോലിക്കാരെ തരുമ്പോ നല്ല വിശ്വസ്തരായ ആളുകളെ തരണമെന്ന് നിനക്ക് പറയാമായിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. അവരെവിടെ പോയാലും നീ തന്നെ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അച്ഛാ, എനിക്കവരെ ആരും പരിചയപ്പെടുത്തി തന്നതല്ല. ടൗണിലുള്ളൊരു ഏജൻസിന്നാ ജോലിക്കാരെ അയച്ചത്. ഞാൻ കരുതിയത് ഈ സ്ത്രീ അവരുടെ കൂടെ വന്ന ആളായിരിക്കുന്ന. എന്തായാലും ആ ഏജൻസി ഏതാണെന്നുള്ളത് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. അല്ല, അവരാരാ എന്താന്നൊക്കെ ഉള്ളത് നമുക്കറിയില്ലല്ലോ. അവരെക്കുറിച്ച് പറയാൻ ആ ഏജൻസിക്കാർക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ശത്രുക്കൾ ആരാ എന്താന്നൊന്നും നമുക്കറിയില്ലല്ലോ. ആ ജോലിക്കാരെ ചോദ്യം ചെയ്തപ്പോ അവര് പറഞ്ഞത് അവര് വരുമ്പോ ആ സ്ത്രീ ഗേറ്റിന് വെളിയിൽ നിൽക്കായിരുന്നു എന്നാ. അപ്പൊ പിന്നെ ആ സ്ത്രീ ആരാ? ആരാ അവരെ ഇങ്ങോട്ട് അയച്ചത്? രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇത്രയും വലിയ ശത്രുക്കൾ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എന്തായാലും താമസിയാതെ അതെല്ലാം വെളിച്ചത്തോട്ട് വരും. എടാ മോനെ, അർച്ചന മോൾക്ക് എങ്ങനെയുണ്ട്? ആരും പേടിക്കണ്ട, അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാന്നാ പറഞ്ഞത്. അവള് കഴിച്ചത് വിഷം തന്നെയാണോ മോനെ? അതെ അച്ഛാ, ബ്ലഡില് വിഷത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. ആരോ പായസത്തില് വിഷം ചേർത്ത് തന്നെയാ. എന്തായാലും അർച്ചനയുടെ ജീവന് ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. ഞങ്ങള് ഉടനെ തിരിച്ചു വരും. അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് ബോധം വന്നു. രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പോരാന്നാ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ആതിരയും കമല എവിടെ? അവരോട് വേണം ഇക്കാര്യം ആദ്യം പറയാൻ. അർച്ചനയുടെ അമ്മ ആകെ തളർന്നിരിക്കുക. ആതിര അനഘയും അമ്മയുടെ കൂടെ തന്നെ ഉണ്ട്. അർച്ചനയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് മോളി എന്ന് അവരോട് വേഗം പറയും. ആ പാവങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ. അവന്തി നിക്ക. എന്താച്ചാ? ആ ഏജൻസിയുടെ നമ്പറും ഡീറ്റെയിൽസും എത്രയും വേഗം എനിക്ക് തരണം. ആ, ഞാനത് ഇപ്പൊ തന്നെ അയച്ചുതരാച്ചാ. ആ ജോലിക്കാരിയെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം അത് അവന്തിയേക്കാം. നാളെ വൈകുന്നേരത്തിനുള്ളിൽ നീ അത് ചെയ്തിരിക്കണം. ചെയ്യാച്ചാ. അവൾ ആരായാലും അവളെ ഞാൻ കണ്ടുപിടിച്ച് അച്ഛന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അത് വേണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയം ബാക്കി നിൽക്കും. കാരണം ആ ജോലിക്കാരിയെ വിളിച്ചത് അവന്തികയാണല്ലോ. ജോലിക്കാരിയെ മാത്രമല്ല,
ഈ കുടുംബത്തിനകത്ത് ഇതുവരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്നവരെയൊക്കെ എല്ലാവർക്കും മുമ്പിൽ ഞാൻ തുറന്നു കാണിക്കും. അപ്പോഴും എല്ലാരും ഇവിടെ തന്നെ കാണണം. ചടങ്ങ് മുടങ്ങിയല്ലോ തിരുമേനി. ഇനി നമുക്ക് മറ്റൊരു ദിവസം നടത്താം. ആരു പറഞ്ഞു ചടങ്ങ് മുടങ്ങിയെന്ന്? രാഹുകാലം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് അല്പം ചോറ് റെഡിയാക്കി കൊണ്ടുവന്നാൽ മതി. ചോറൂണ് ചടങ്ങ് നമുക്ക് ഇന്ന് തന്നെ നടത്താം. ആണോ? എന്നാ പിന്നെ തിരുമേനി ചെന്ന് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം എത്തും. അർച്ചന വന്ന ഉടനെ നമുക്ക് ചടങ്ങ് നടത്താം. ആ അവന്തികെ, വേഗം ചെന്ന് കമലയോട് ചോറും കറികളും ഒക്കെ റെഡിയാക്കാൻ പറയും. ചോറൂണ് ചടങ്ങ് ഇന്ന് തന്നെ നടത്താം. ചെല്ലേ, അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. വാ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവന്തികയ്ക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. പായസത്തിൽ വിഷം കലർത്തിയ ജോലിക്കാരി ഇവള് കൊണ്ടുവന്ന കില്ലർ തന്നെയായിരിക്കും. മോളെ, മോളെ, മോളെ അച്ഛ, അച്ഛനാകെ പേടിച്ചു പോയി മോളെ. എന്തിനാ മോളെ നീ അതെടുത്ത് കുടിക്കാൻ പോയത്? വാ, അകത്തേക്ക് വാ. മോള് വിഷമിക്കണ്ട. ചോറൂണ് നമുക്ക് ഇപ്പൊ തന്നെ നടത്താം. മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല. മോളെ, ഞങ്ങൾ മോള് വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. വാ വാ മോളെ, പതുക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.